പ്രിപ്പയർ ചെയ്തിരിക്കുന്ന ടെക്സ്റ്റിൽ നിന്നും ടേബിളുകൾ ഉണ്ടാക്കുന്നതിന് നമുക്കറിയാം. സെലക്ട് ചെയ്തതിന് ശേഷം ടേബിൾ ഐക്കണിലേക്ക് സെലക്ട് ചെയ്തുകൊണ്ട് കൺവേർട്ട് ടെക്സ്റ്റ് ഇൻറ്റു ടേബിൾ എന്നുള്ള ഓപ്ഷൻ സ്വീകരിച്ചാൽ മതി. ഇതുപോലെ തന്നെ സഹായകരമായ മറ്റൊരു സംഗതിയാണ് ടേബിളിനെ സാധാരണ ടെക്സ്റ്റിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത്. ഇതെങ്ങനെയാണെന്ന് നോക്കാം. ഇവിടെ കുറച്ച് ടെക്സ്റ്റ് സെലക്ട് ചെയ്യാം. ഞാനിവിടെ ഒരു ടേബിൾ ഇടുകയാണ് കേട്ടോ. അതിനുശേഷം ഇൻസേർട്ടിൽ ടേബിൾസിൽ ക്വിക്ക് ടേബിൾസിൽ വന്നിട്ട് ഇവിടെ കുറച്ച് ഐറ്റംസിൻ്റെ ടേബിൾ കിട്ടും. ഇത് ഒരു ടേബിളാണ്. ഈ ടേബിളിൽ ഒഴിവാക്കി സാധാരണ ടെക്സ്റ്റിലേക്ക് കൊണ്ടുവരാനാണ്. ഇതിനായിട്ട് സെലക്ട് ചെയ്തതിന് ശേഷം ടേബിൾ സെലക്ട് ചെയ്തതിന് ശേഷം ലേഔട്ടിൽ ഈ ഭാഗത്ത് കാണുന്ന കൺവേർട്ട് ടു ടെക്സ്റ്റ് എന്നുള്ളത് സെലക്ട് ചെയ്യാം. ഇവിടെ നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് തരുന്നുണ്ട്. പാരഗ്രാഫ് മാർക്സ്, ദെൻ ടാബ്സ്, കോമാസ് ആൻഡ് അതർ. കൂടുതൽ എളുപ്പമായിട്ടുള്ളത് ടാബ്സ് ആണ്. കാരണം ഈ പൊസിഷനിങ് നിലനിർത്താൻ പറ്റുന്നത് ടാബ്സ് ആണ്. പാരഗ്രാഫ് സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊരു പാരഗ്രാഫ്, അടുത്ത സെല്ലിലുള്ളത് മറ്റൊരു പാരഗ്രാഫ്, ഈ സെല്ലിലുള്ള അടുത്തൊരു പാരഗ്രാഫ്. പാരഗ്രാഫ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇവിടെ ഒരു വാക്യമോ അല്ലെങ്കിൽ ഒരു ചെറിയ വരിയോ ആയതുകൊണ്ട് നമുക്കിത് താഴെയായിട്ടാണ് നമുക്ക് സ്വീകരിക്കാനായിട്ട് സാധിക്കുക. ഇവിടെ ഞാൻ ക്ലിക്ക് ചെയ്തുകൊണ്ട് ടാബ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓരോ ഐറ്റവും നമുക്ക് ടാബ് എന്ന ഓർഡറിലായിട്ട് കാണാനായിട്ട് സാധിക്കും. കണ്ടോ? ഇപ്പോൾ ടാബിൻ്റെ ചിഹ്നം നമുക്കവിടെ കാണാനായിട്ട് സാധിക്കും. ഇത് തിരിച്ച് ടേബിളാക്കുന്നതിന് ഈ അവസ്ഥയിലുള്ള ടാബ് പ്രസ് ചെയ്തിട്ടുള്ള ഭാഗത്തെ ടേബിളാക്കുന്നതിനും ഈസിയാണ്. ഇതിനായിട്ട് ഇൻസെർട്ട്, ടേബിൾ, കൺവേർട്ട് ടെക്സ്റ്റ് ടു ടേബിൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്കതിനെ മറിച്ച് ടേബിളാക്കി എടുക്കാനായിട്ടും സാധിക്കും. കണ്ടോ? ഇനി ആവശ്യാനുസരണം ഡിസൈനിങ് മറ്റും കൊടുത്താൽ മതി. അതായത് സെലക്ട് ചെയ്തതിന് ശേഷം ഡിസൈനിൽ പോയിട്ട് ആവശ്യമായിട്ടുള്ളത് കൊടുക്കുക. കണ്ടോ? പെട്ടെന്ന്. അപ്പോൾ ടാബ് ഓർഡറിലുള്ളതിനെ ടേബിളാക്കാനും അതുപോലെ തന്നെ ടേബിളിനെ സാധാരണ ടെക്സ്റ്റായിട്ട് കൺവേർട്ട് ചെയ്യുന്നതിനും സഹായകമാണ്. ഒരുപാട് തരത്തിൽ ഉപകാരപ്പെടുത്താവുന്ന ഒരു സംവിധാനമാണ്